ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബാക്കി പോർഷൻ ഒന്ന് ശരിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ആ കട്ട് നമ്മൾ പാവാടയുടെ എൻഡിൽ നമ്മൾ കുറച്ച് കട്ട് പീസ് വെച്ചിട്ടില്ലേ, അതെല്ലാം ഒന്ന് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് പതിച്ചും കൂടെ അടിച്ചതിന് ശേഷം ഈ രണ്ട് ഓപ്പണിൽ ഒരു ഓപ്പൺ അങ്ങോട്ട് കൂട്ടി തയ്ക്കും. ഇതിൽ കാണിച്ചതുപോലെ രണ്ട് ഓപ്പണിൽ ഒരു ഓപ്പൺ നമ്മളൊന്ന് കൂട്ടി നല്ല പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കും. ഇനി നമുക്ക് അതിൻ്റെ എൻഡ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഈ അംബ്രല്ല കട്ടിലൊക്കെ മടക്കി തയ്ക്കുമ്പോൾ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ഞാൻ അടുത്ത വീഡിയോ ഇട്ടേക്കാം. പുതിയ മോഡൽ മെഷീനിലൊക്കെ നല്ല മറ്റേ അകത്ത് കങ്കൂസ് നൂലൊക്കെ ഇട്ട് നന്നായിട്ടൊക്കെ തയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പഴയ മോഡൽ മെഷീനിൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് അതിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടേക്കാമെന്ന് പറഞ്ഞത്. അടുത്ത് നമുക്ക് ലൈനിങ്ങും നമ്മുടെ യഥാർത്ഥ തുണി ഒറിജിനൽ തുണി ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഭാഗം തയ്ക്കാൻ വേണ്ടി നമുക്ക് ഞാൻ നൂല് കടത്തിയിട്ടാണ് ചെയ്യുന്നത്, എലാസ്റ്റിക് അല്ല. അപ്പോൾ ഇതാണ്ട് ഇതേപോലെ നമ്മൾ 40 വേസ്റ്റ് സൈസ് എടുത്തിട്ടുള്ള ആ 40 നീളത്തിൽ ഒരു 3 ഇഞ്ച് വീതിക്ക് ഇതേപോലെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഹിപ്പ് ഭാഗത്ത് വെച്ച് തയ്ച്ചു കൊടുക്കണം, നമുക്ക് നൂല് കടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം പാവാട ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാവാട. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് നീളത്തിനുള്ള ഒരു 4 ഇഞ്ച് മതിയാവും. കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം താഴോട്ട് ലൈനിങ്ങും നമ്മുടെ യഥാർത്ഥ തുണി സെപ്പറേറ്റ് ആയിട്ടൊന്ന് താഴെ വരെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഞാനാണെങ്കിൽ ഉള്ള ഇത്രയും തുണിയാണ് അതിൽ ഒരു പാവാടയ്ക്ക് പോയതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു കട്ട് പീസ് വെച്ച് ഒരു ബ്ലൗസും കൂടെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കിട്ടോ ഇല്ലെന്നുള്ള ഒരു പിടിയില്ല. ഞാൻ ഉള്ള തുണിയെടുത്ത് ഇത് തെന്നിപ്പോകുന്ന തുണിയായതുകൊണ്ട് തന്നെ ഒന്ന് വെച്ച് നമ്മൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് അങ്ങനെയൊക്കെ ഞാനൊന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റും നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ബ്ലൗസ് സെറ്റായോന്നും ഈ പാവാടയുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്കും എല്ലാം കൂടെ അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.